പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. വിവരങ്ങൾ പൂർണ്ണമായിട്ടും ലഭ്യമല്ല, എന്തായാലും അതിനെക്കുറിച്ച് ഞാനൊരു പോയിന്റ് തന്നുകൊണ്ട് പോവുകയാണ്. ഇനി അടുത്ത രണ്ട് വീഡിയോ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്ഷേമനിധി, അതായത് തൊഴിലുറപ്പ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള തൊഴിലാളികൾക്ക്, മറ്റൊന്നിലും ക്ഷേമനിധിയിൽ ഉൾപ്പെടാത്ത തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമനിധി പദ്ധതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഫോമുകളൊക്കെ പഞ്ചായത്ത് തലത്തിൽ വിതരണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പല പഞ്ചായത്തുകളിലും. എന്തായാലും ശരി, നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാകും. ഫോമുകളും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കുറിച്ചുള്ള 50 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഈ ക്ഷേമനിധിയിൽ ചേരാം എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ഞാൻ തൊട്ടടുത്ത് തന്നെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഞാനിപ്പോൾ കിട്ടിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുള്ള ആൾക്കാർ ദയവായിട്ടൊന്ന് ഷെയർ ചെയ്യുക, ഇതിലേക്ക് കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്കതിൻ്റെ കൂടുതലായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഈ ക്ഷേമനിധിയിലുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതായത് പക്ഷേ മറ്റുള്ള ക്ഷേമനിധിയിൽ ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കണം. അതായത് സാധാരണ നമ്മൾ കർഷക തൊഴിലാളിയും അങ്ങനത്തെ കുറേ ഒരുപാട് ഇതുണ്ടല്ലോ, നിർമ്മാണ തൊഴിലാളി, കർഷക തൊഴിലാളി, അങ്ങനത്തെ ഒരുപാട് ക്ഷേമനിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളായിരിക്കും മിക്കവരും തൊഴിലുറപ്പിൽ പോകുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൽ പറയുന്നത് മറ്റൊരു ക്ഷേമനിധിയിലും അംഗങ്ങളല്ലാത്ത ആളുകളെ കുറിച്ചാണ്. വിശദമായിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്തൊരു വീഡിയോ വെച്ച് തരാം. പിന്നെ ഒന്ന്, നമ്മുടെ തൊഴിലുറപ്പിൻ്റെ, അതായത് ഇത്രയും നാൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന രീതിയിലായിരുന്നു നമ്മുടെ പേര്, തൊഴിലുറപ്പിൻ്റെ പേര് വന്നിരിക്കുന്നത്. MGMNREGA എന്ന് നമ്മൾ ഷോർട്ട് ഫോമായിട്ട്. അപ്പോൾ അത് ഇംഗ്ലീഷിലുള്ള നാമമാണ്. അതെന്ത് ചെയ്യുക വെച്ചാൽ ഇനി ഹിന്ദിയിലേക്കായിട്ട് വരാൻ പോവുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങളും കിട്ടിയിട്ടില്ല. എന്തായാലും ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇനി അടുത്ത വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കിട്ടിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് സംസാരിച്ചു എന്നേ ഉള്ളൂ. വിശദമായിട്ട് അതിനെക്കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ പെൻഷൻ എങ്ങനെയാണ് ചേരേണ്ടത്, ആർക്കൊക്കെ ചേരാം, എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാണ്, പിന്നെ അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി മുഴുവൻ വിവരങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ പേര് മാറ്റം നമുക്ക് പേരേതായാലും നമ്മളെ ബാധിക്കുന്ന വിഷയമൊന്നുമല്ല. എന്തായാലും പേര് നമുക്ക് അറിഞ്ഞിരിക്കണം. പുതിയ പേര് മാറ്റത്തോട് കൂടിയിട്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ വിശദമായിട്ട് പേര് മാറ്റത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഒഫീഷ്യലായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളെ ഇന്ന് പറയാനുള്ളൂ. പിന്നെ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ചാൽ, എല്ലാവരും നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒന്ന് ഹൈപ്പ്, ഇപ്പോൾ പുതിയ വന്നിട്ടുള്ളൊരു ഓപ്ഷനാണല്ലോ ഹൈപ്പ്, ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.